ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ഇന്ന് നമ്മൾ സാധാരണ രീതിയിലുള്ള വീഡിയോ അല്ല, ഇന്നൊരു വീടിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നല്ലൊരു വീട് എന്നുള്ളത്. അപ്പോൾ വീടിന് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പലരും പല വീഡിയോകളൊക്കെ നോക്കുന്നുണ്ടാവും. ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കൊരു ഡിസൈനായിട്ട് നല്ലത് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിലപ്പോൾ ഉപകാരമുള്ള കാര്യങ്ങളും ഒരുപാട് ഡിസൈനുകളും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഓണർമാരെ കാണാം. ഓണറായ ഷിംചേട്ടനാണ് ഇരിക്കുന്നത്. ഷിംചേട്ടൻ്റെ വൈഫാണ്, അപർണ ടീച്ചറാണ്. ഷിംചേട്ടൻ അതുപോലെ തന്നെ KCBയിലെ എഞ്ചിനീയർ കൂടിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വീട് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാൻ എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? ഏകദേശം 2 വർഷം. നിങ്ങൾ കൺസെപ്റ്റിലുള്ള ഒരു വീട് തന്നെ ആയി? കൺസെപ്റ്റിലുള്ള വീടായി. വീടിൻ്റെ ആശയം കംപ്ലീറ്റും വൈഫിൻ്റെയാണ്. പിന്നെ എനിക്ക് ഇതിലെന്ന് പറഞ്ഞൊരു സൂപ്പർവൈസറി ചെക്കപ്പ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ മെറ്റീരിയൽ സെലക്ഷൻ, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, അതിൽ യാതൊരുവിധ കോംപ്രമൈസും വരുത്താൻ ഞാൻ തയ്യാറായിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണിത്. ഇത് ഏകദേശം 33 ഫില്ലറിലാണ് ഈ ഒറ്റനില വീടുള്ളത്. ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റിലായിരുന്നു? 2600. ഈ വീടിന് ചിലവ് എത്ര നേരത്തെ നിങ്ങൾ പറഞ്ഞത്? അബൌട്ട് 2 crore. ഇപ്പോൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ പല നമുക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നെറ്റിൽ നിന്ന് കിട്ടാം. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ ഐഡിയകളുണ്ടാവും. ആ ഐഡിയയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് പുതിയ പുതിയ രൂപത്തിലേക്കൊക്കെ ചെയ്ത് തീർക്കാം. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. വീടിൻ്റെ ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പൂജ റൂമാണ്. ഇതെല്ലാം നിങ്ങൾ ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്? ഡിസൈൻ ചെയ്താണ്. ഇത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണില്ലേ? തുറന്ന് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ കൃഷ്ണനല്ലേ? കൃഷ്ണൻ. അതും അത് എന്തുകൊണ്ട് ചെയ്തിരുന്നത്? WPC ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇതാ സിറ്റ് ഔട്ടിൽ സോഫ ഒക്കെ ഉണ്ട്. നമുക്ക് സോഫ തന്നെ കാണും ഭംഗിയായിട്ടുള്ളതാ. ഊഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാജേട്ടന് നിങ്ങൾക്ക് ഇങ്ങനല്ലേ ഇനി ഡിസൈൻ കിട്ടീന്? അതാണ് സാജേട്ടൻ്റെ പ്രത്യേകത. സാജേട്ടനെ എപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴും സാജേട്ടൻ്റെ ഒരു ഐഡിയ കൂടി ഉണ്ടാവും നമുക്ക്. ഞങ്ങൾ ഇപ്പോൾ ഷോപ്പിൻ്റെ വർക്കാണെങ്കിലും വീട്ടിലെ വർക്കൊക്കെ സാജേട്ടൻ ചെയ്തിന്. ഇപ്പോൾ നമ്മൾക്ക് കൂടി നിന്നിട്ട് ഒരു ആലോചിച്ചിട്ടൊക്കെ ചെയ്യൽ. നമ്മളെ ചിന്താഗതിയും സാജേട്ടൻ്റെ ചിന്താഗതിയും അതുപോലെ തന്നെ നെറ്റിൽ നിന്ന് കിട്ടുന്ന ഐഡിയകളൊക്കെ പാടെ വെച്ചിട്ടാകുമ്പോൾ ഒരു വെറൈറ്റി മോഡലായി മാറും. ഇപ്പോൾ സാജേട്ടൻ്റെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഒരു വർക്കിന് വരാമെന്നുണ്ടെങ്കിൽ ആ വർക്കിൻ്റെ സമയത്ത് എനിക്ക് ഇത്ര ദിവസം വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10ാമത്തെ ദിവസമാണ് 15ാമത്തെ ദിവസം ആ കറക്റ്റ് ചിലപ്പോൾ അതിൻ്റെ തലേന്ന് തന്നെ വരും. എന്നിട്ട് ഞാൻ ഫ്രീ ആയിട്ട് വരും. അതാണ് സാജേട്ടൻ ഞാൻ കണ്ട പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വർക്ക് ഏൽപ്പിക്കാന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് സാജേട്ടൻ. നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് കേട്ടോ. ഓപ്പൺ കിച്ചൺ ഇതൊരു എനിക്ക് വെറൈറ്റി ആയിട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ. കാരണം ഒരു വൃത്തിയും കാര്യങ്ങളും തന്നെ തുടക്കത്തിലായതുകൊണ്ടാണെങ്കിലും ഈ ഒരു വൃത്തി തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല, കാരണം ഈ ഒരു കയറി വരുന്ന ഭാഗമാണല്ലോ. ഇവിടെ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കളിയായിട്ട് ചെയ്ത് തന്നെയാണല്ലേ? ഓക്കെ. ഇതിപ്പോൾ കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ മുകളിൽ ഗ്രാനൈറ്റ് ആണ് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ രീതിയിൽ എല്ലാവരും ഗ്രാനൈറ്റ് തന്നെ വെക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തിൽ ഇത് WPC കൊണ്ട് ചെയ്ത സ്റ്റോറേജുകളാണ്. ഇതിൽ വെറൈറ്റി സ്റ്റോറേജ് ഇതെന്തിനാ ഇങ്ങനെ? ഇതിൽ വേറെ എന്തോ ഇതൊക്കെ സെപ്പറേറ്റ് വെച്ചതല്ലേ? അടിഭാഗത്ത് ചെയ്യാൻ പ്ലേറ്റ്. വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് ഗേൾസ് പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ കിച്ചണിലെ കാര്യങ്ങളാണ് നോക്കാറ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പല ഡിസൈനും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരോ മോഡലിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ അഭിപ്രായത്തിനനുസരിച്ച് കൂടി ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരോ ഡിസൈൻ നോക്കിയിട്ട് ഇതുപോലെ പല ഡിസൈനുകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് സാധ്യത ചെയ്ത് തരുന്നതാണല്ലോ. ഇതിൽ ഒരു വേറെ പ്രത്യേകത തന്നെ ഇത് നിങ്ങൾ പെട്ടെന്നല്ലോ ബേസിൽ നിങ്ങൾ ചെയ്താലല്ലോ. അത് ഒരു നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതില് ഇത് വേറെ തന്നെ. ഇതെന്തിനാ ഉപയോഗിക്കല്? പച്ചക്കറി കയ്യല്ല. അത് പല ഓപ്ഷൻ ഉണ്ട്. പല മോഡൽ കാലം മാറാൻ മോഡൽസ് ഒരുപാട് മാറി. ഇതൊക്കെ ഓഫാക്കലേ ഇവിടെ. ഓക്കെ നമ്മൾ നേരത്തെ ഉണ്ടല്ലേ?
ഇത് വെച്ച് വെക്കാത്ത നേരെ മോഡൽ ചെയ്തു. ഇതിന് ഗ്ലാസ് വെച്ചത് ഇതിന്റെ സ്റ്റോറേജ് അല്ല, സ്റ്റോറേജ് ഇതാണ്. ഗ്ലാസ് വെച്ചതേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്ത് തന്നെ അതെ അതെ. ഇത്രയും കാര്യങ്ങളാണ് കിച്ചണിന്റെ ഉള്ളിൽ. പിന്നെ ഇതിന്റെ ഉള്ളിലാ കിച്ചണിൽ മറ്റൊന്ന് കാണാനുള്ളത് പാൻട്രി കൂടി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എക്സ്ട്രാ ചെയ്തല്ലേ? അല്ല, ഇത് നമ്മൾ ബോക്സ് ചെയ്തിട്ട് അതില് ഓരോന്ന് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് ഫാബ്രിക്കേഷൻ അല്ലേ? അല്ലല്ല, ഇത് നമ്മൾ വാങ്ങുന്ന ഒരു സെറ്റ് വാങ്ങുന്ന ഈ സാധനം. ഇത് ഒരുപാട് സ്റ്റോറേജിന് ഒരുപാട് ഏരിയ തന്നെ ഉണ്ട്. ഓപ്പൺ കിച്ചന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി വർക്കിംഗ് കിച്ചൺ ഒന്ന് കാണാം. ലോവർ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് ഓപ്പൺ ആക്കി ഇപ്പുറത്ത് അത് GTPT എന്ന് പറഞ്ഞ സാധനം. GTPT അത് പ്ലേറ്റ് ഇതിലെന്താ കണ്ടല്ലോ. ഡൈനിങ് ഹാളിൽ ഈ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. ഇതിലൂടെ എൻട്രൻസ് അല്ലേ? ലൈറ്റ് പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്തു. ഇതിന്റെ ഈ ഒരു ഉള്ളിലേക്ക് കവർ ചെയ്ത് വന്നതിനോട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ സൈഡ് ഭാഗത്തൊക്കെ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ ലൂവർ അല്ലേ? ഇത് ഒരു സൈഡിൽ ലൂവർ, ഇത് അത് മൈക്കന്നെ കേട്ടോ. ഇതൊക്കെ മൈക്കന്നെ. ഇത് തള്ളിച്ച് വെച്ച് മൈക്കന്നെ. അത് മൈക്ക. അപ്പൊ അത് വേറെ ഡിസൈൻ ആയിട്ടാണ് ചെയ്തത് കേട്ടോ. അതെ അതെ. അതിന്റെ ഇപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ ഒക്കെ ലൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് സ്റ്റോറേജ് തന്നെയാണ്. ഇപ്പൊ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് സെറ്റ് അല്ലേ? എല്ലാത്തിനും സെറ്റ് ചെയ്ത് ഇവിടെ തന്നെയല്ലേ? ഇതിലൊക്കെ കൊടുത്തത് ഒക്കെ സ്വിച്ച് ഇവിടെ തന്നെ. ഈ ലൈറ്റ് തന്നെയല്ലേ? പ്രൊഫൈൽ ലൈറ്റ് തന്നെ കൊടുത്തത്. പിന്നെ വിശാലമായിട്ടുള്ള ഒരു വാഷ് ബേസിനാണ്. അതുപോലെ ഇതിന്റെ ഫ്രണ്ടേജ് ലൂവർ ആണ് ചെയ്ത്. ഇതിന്റെ മിറർ ടച്ച് ആണ്. അതൊരു വെറൈറ്റി ആയിട്ട്. ഇതിനുള്ളിൽ സ്റ്റോറേജ് തന്നെ. പിന്നെ ഇതും ലൂവർ തന്നെയല്ലേ? സൈഡിൽ രണ്ട് ഫുള്ളായിട്ട് ലൂവർ തന്നെ. ഫുൾ ലൂവർ ആണ്. മുക്കം മണാശ്ശേരിയിലുള്ള ഈ ഒരു വീട് ഒറ്റ നിലയിൽ 4 ബെഡ്റൂമുകളായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഹൗസ് വാമിംഗ് ഡേ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ വിശാലമായ ഗാർഡൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു റൂമിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഇൻറ്റീരിയറും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ എല്ലാ റൂമിലുള്ള കട്ടിൽ ഒരേപോലെ തന്നെ ഒരേ വലിപ്പം. ഈ കട്ടിലെ മെയിൻ പ്രത്യേകത വെച്ചാൽ ഇതിൽ ഉള്ളിലെല്ലാം അറകൾ സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസൈനും കാര്യങ്ങളും ഇങ്ങനെ വന്നത്. ഇത് പ്ലൈവുഡ്. ഇത് ലൂവർ. ലൂവർ പല ടൈപ്പ് ഉണ്ടാവും. അതിൽ ഒരു മോഡലാണ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സെൻട്രലായിട്ട് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ മറ്റൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രത്യേകത സ്റ്റോറേജും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനും ഒക്കെ സൗകര്യം. അതുപോലെ തന്നെ ഇവിടെ വിൻഡോ വരുന്നുണ്ട്. സ്റ്റഡി ടേബിൾ അല്ലത്? സ്റ്റഡി ടേബിൾ. അതുപോലെ തന്നെ ബുക്സ് ഒക്കെ വെക്കാൻ പറ്റും. ഒരു സ്റ്റോറേജും ചെയ്തിട്ട് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ സുഖമായിട്ട് വെക്കാമല്ലോ. വെച്ചിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു സ്പേസ് അതിൻ്റെ ഉള്ളിലുണ്ട്. സ്പേസ് ഉണ്ട്. ഇത് മെല്ലെ കൊണ്ട് താത്തിയാൽ വിട്ടാൽ ഡ്രസ്സ് അയച്ചിടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി സെറ്റ് ചെയ്താണ്. സെറ്റ് ചെയ്താ. ഇവിടെ ഷെൽഫുണ്ട്. ഇത് ഡ്രസ്സ് നമ്മള് പെട്ടെന്ന് നമ്മള് ഡ്രസ്സ് അയച്ചിട്ട്. ഇതിന്റെ ബാക്കിൽ എന്താ പ്രത്യേകത തന്നെ അല്ലേ? ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ ചില സ്പേസ് ഉണ്ട്. ചീർപ്പോ അങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയ സ്പേസ് ആയിട്ടില്ലേ? അങ്ങനെ ഉപയോഗിക്കാം. ഇത് ഇവിടെ ഷെൽഫുണ്ട്. ഡ്രസ്സുകളുണ്ട് അവിടെ. ഇത് വേറെ ഡിസൈൻ ആയിട്ട് ചെയ്ത് പലർക്കും പല ഡിസൈൻ ആയിട്ട്. ഇതിപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായത്തിൽ വരുന്ന ഡിസൈൻ ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും സാധ്യമായിട്ട് സെറ്റ് ചെയ്ത് തരും. മറ്റൊരു റൂം കാണാം. ഇത്ര റൂമിന് എന്താ പ്രത്യേകത ഉണ്ടെന്നൊക്കെ സാധ്യത പറയുന്നുണ്ട്. അതിട്ട് എന്താ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഞെക്കിട്ട് കഴിഞ്ഞാൽ ഇതൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇതിലുള്ളു. ഇപ്പോൾ സ്പേസിനനുസരിച്ച് അങ്ങനെ മാറ്റങ്ങൾ വരുത്തല്ലേ? ഇപ്പോൾ ഇത് രണ്ടായിട്ട് ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞ ശേഷം ഇവിടെ ചെറിയ ചെറിയ ഷെൽഫുകളുണ്ട്. അപ്പോൾ ആ ഒരു ഉപകാരം കൂടി ഇതിനോട് നടക്കും. ഒരുപാട് സ്പേസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് ഇതിലും അതുപോലെ തന്നെ അല്ലേ? എത്ര വേണമെങ്കിൽ സ്റ്റോറേജ് ചെയ്തെടുക്കാം. ഈ കട്ടിലും സെയിം നേരത്തെ നമ്മൾ കാണിച്ച മാതിരി തന്നെ അല്ലേ? സ്റ്റോറേജ് ടൈപ്പാണ്. ഇവിടുത്തെ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ചെയ്തിട്ട്. ഇതൊക്കെ പ്ലൈവുഡ് തന്നെ 30 വർഷം ചെതലിന് വരെ ഗ്യാരണ്ടി. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. ഓരോ റൂമിലും വ്യത്യസ്തമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടല്ലോ മറ്റൊരു റൂമാണ്. ഇവിടുത്തെ അളമറ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ തന്നെ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ട് തന്നെ വ്യത്യസ്തത ഉണ്ട് കാണുന്നതിൽ പോലും. അപ്പൊ ഇതിപ്പോ ഇരിക്കാൻ പറ്റും. ഇത് ഇരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഇരുന്നാലും ഇവിടുന്ന് പുറത്തേക്ക് കാണാം. പുറത്തെ വ്യൂ ആണ്. അപ്പോൾ പുറത്തേക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ
ഈ പിന്നെ കട്ടിൽ സെറ്റ് ചെയ്ത് അതേപോലെ മറ്റേ റൂമിൽ അതേ മോഡൽ തന്നെ അല്ല, അതേ model ഡിസൈൻ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതിലോ ആ ഇത് മറ്റേ ക്രോസ് ആയിട്ട് കൊടുത്ത്, ആ ആ ആ ആ ഇതില് ഇങ്ങനെ കൊടുത്ത്. ഇതും അതേമാതിരി തന്നെ സ്റ്റോറേജ് ഉള്ളതാണല്ലോ അല്ലേ? ആ അതെ അതെ, ഇത് സ്റ്റോറേജ് ഉള്ള ഇത് സെയിം വലിപ്പം തന്നെ, കട്ടിൽ സെയിം വലിപ്പം തന്നെ. സെയിം വലിപ്പം. ഇതിപ്പോൾ വേറെ ടൈപ്പാണ്. ഇത് ഡോർ തുറക്കുമ്പോൾ തന്നെ മുകളിലോട്ട് തുറക്കാം. ഇതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ വേറെ കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളിന്റെ ഇത് കണ്ടില്ലേ, ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു വീടിന് ഞാൻ ഇപ്പോൾ കണ്ടതിൽ സ്റ്റോറേജ് ഏറ്റവും കൂടുതലുള്ള ഐറ്റംസ് ആയിട്ടാണ് എല്ലാം ചെയ്ത് കിട്ടുക. മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ സാധാരണ പറഞ്ഞതുപോലെ തന്നെ ഡ്രസ്സ് അയച്ചായിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് വെക്കാം. അതുകൊണ്ട് തന്നെ ഒരു വൃത്തികേട് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പേസ് ഉള്ളതിനോട് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വീടിൻ്റെ 2 വർക്ക് ചെയ്ത ആൾക്കാരാണ് കേട്ടോ. ഒന്ന് വയറിംഗ് ഇതാ. നിങ്ങൾ പേര് തരി മിഥുൻ. നിങ്ങളുടെ സ്ഥലം മണാശ്ശേരി തന്നെ. അപ്പോൾ ടൈൽസിൻ്റെ വർക്ക് ചെയ്ത് വിപിൻ. അപ്പോൾ 2 ആളെ നമ്പർ ഞാൻ അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ വർക്കൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് കൊടുക്കാവുന്നതാണ്. മറ്റൊരു റൂമാണിട്ടത്. ഈ റൂമിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ വലത്തെ ഭാഗത്ത് തന്നെ ബുക്സൊക്കെ സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്ടില്ല, ഒരുപാട് സ്റ്റോറേജ് ചെയ്യാം ഇതിൽ. അപ്പം ഇതിന് ശേഷം ഇതിന് കയറി കഴിഞ്ഞിട്ട് ഇവിടെ ഇതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഇത് നേരെ വലിക്കല്ലേ? ആ അതെ, വലിച്ചാൽ ഓക്കെ റെഡി. അപ്പോൾ ഇവിടുന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഈ ഒരു സ്പേസ് നമുക്ക് എടുക്കാം. സ്പേസ് എടുക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു വേറെ ഡിസൈൻ ആയ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സ്റ്റോറേജ് ഉണ്ട്, ഇതിന് താഴെ സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ അളമറ ഓരോ റൂമിലും വ്യത്യസ്തമായ ഡിസൈനിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭംഗിയാണ് എല്ലാത്തിനും നല്ലത്. അതുപോലെ തന്നെ കട്ടിലിൻ്റെ സൈഡിലുള്ള ഡിസൈനുകളൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പം ലൈറ്റും കാര്യങ്ങളും നേരത്തെ പറഞ്ഞാൽ നമ്മൾ വയറിംഗ് പറഞ്ഞ ആളാണ് ചെയ്ത്. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈലൊക്കെ വെച്ചതിനോട് തന്നെ പ്രത്യേക ഒരു ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്.